ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരൊറ്റ മറ മാത്രമാണ്, അത് മരണമെന്ന മറ മാത്രമാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ റബ്ബേ എത്ര വലിയ നേട്ടമാണ്. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുന്ന സമയത്ത്, വാഹനത്തിലേക്ക് കയറുമ്പോൾ, അവന്റെ സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ, അവൻ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നു, അവൻ ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നു, അവൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നു, അങ്ങനെ എന്ത് കാര്യത്തിനാണോ നമ്മൾ പോകുന്നത് ആ കാര്യം ഹൈറായി കിട്ടാൻ, പ്രത്യേകിച്ച് വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഐശ്വര്യവും ഉണ്ടാവാൻ, അതുപോലെ തന്നെ വഴക്കുകളൊക്കെ മാറാൻ, പ്രയാസങ്ങളൊക്കെ മാറാൻ ആയത്തുൽ കുർസി ഓതുക. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. നിരവധി നേട്ടങ്ങളാണ്. ആയത്തുൽ കുർസി പതിവാക്കുന്ന ആളുകൾക്ക് കൂട്ടുകാരായി വരുന്നത് മലക്കുകളാണ്. ദുആക്ക് വേഗത്തിൽ അല്ലാഹു ഉത്തരം തരുന്നതാണ്. ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് ആയത്തുൽ കുർസി പതിവാക്കണമേ. തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനും ആയത്തുൽ കുർസി പതിവാക്കണമേ. അതുപോലെ ഈമാനോട് കൂടിയുള്ള മരണത്തിനും ആയത്തുൽ കുർസി പതിവാക്കണേ. 5 പ്രധാനപ്പെട്ട വലിയ നേട്ടങ്ങളാണ് ആയത്തുൽ കുർസി ഓതുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നത്. എപ്പോ? ഏത് സമയത്തും. പ്രത്യേകിച്ച് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ ഈമാനോടുകൂടിയുള്ള മരണം അല്ലാഹു നൽകുന്നതാണ്.